പ്രിയമുള്ളവരെ, അൽ അൻസാറിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ എന്നോട് പരിചയപ്പെടുത്തിയപ്പോൾ ജാതി മതഭേദമില്ലാതെയുള്ള റിലീഫാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയല്ല. മുസ്ലിം സമുദായം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റിയിൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൽപ്രവർത്തനങ്ങളിൽ ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകളെ പരിഗണിക്കാറില്ല. ജാതിയുടെയും മതിൽക്കെട്ടുകളെ പരിഗണിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന് അനുയോജ്യമല്ല. നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ഒരു ജാതിയെയും മതത്തെയും വേർതിരിച്ച് കാണിച്ചിട്ടുമില്ല. കലീം സിദ്ദീഖ് എന്ന് പറയുന്ന മഹാനായ ഒരു പ്രബോധകനുണ്ട്. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആയിരക്കണക്കിനായ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അതിലൊരു ലേഡി ഡോക്ടറായ ഡോക്ടർ ശാലിനി അവരുടെ ജീവിതാനുഭവത്തെ പറഞ്ഞത് എഴുതി വായിച്ചപ്പോൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മൗലാന അവറുകൾ ഒരു ദിവസം കാർഡിയോളജിസ്റ്റായി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ ഏറ്റവും പ്രഗത്ഭമായ ആശുപത്രിയിലേക്ക് കടന്നു വന്നു. ഞാൻ അന്നൊരു ഹിന്ദുവായ സഹോദരി, അവൾ ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റ് ആണ്. എനിക്ക് അന്ന് ഡ്യൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് കുട്ടികളുടെ ഐസിയുവിലാണ്. കൊച്ചു കുട്ടികളെ ഹൃദ്രോഗികളായി അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എനിക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി AC-യുടെ വാതിൽ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ നീളമുള്ള താടിയും തലപ്പാവും കമീസും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു കുട്ടിയുടെ പരിസരത്ത് നിൽക്കുന്നു. എന്തോ ഒന്ന് മന്ത്രി ചൂതുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ബെഡിനടുക്കൽ പോകുന്നു, അവിടെയും മന്ത്രി ചൂതി. പിന്നൊരു ബെഡിനടുക്കൽ പോയി, അവിടെയും മന്ത്രി ചൂതി. പിന്നൊരു ബെഡിനടുക്കൽ പോയി, അവിടെയും മന്ത്രി ചൂതി. ഇങ്ങനെ 5-6 കുട്ടികളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മന്ത്രി ചൂതുന്നു. ഇത് ICU ആണ്. സാധാരണഗതിയിൽ സന്ദർശകരെ അനുവദിക്കാത്ത സ്ഥലമാണ്. ഒരു മുല്ല ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് മന്ത്രി ചൂതുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ദേഷ്യമുണ്ടായി. പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ പറഞ്ഞവളാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ കോലം പിടിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ കാട്ടുന്നത്? കറങ്ങി നടക്കുന്നു. ഈ കുട്ടിയുടെ അടുക്കൽ, ആ കുട്ടിയുടെ അടുക്കൽ, ഈ കുട്ടിയുടെ അടുക്കൽ. പറയൂ, നിങ്ങളുടെ കുട്ടി ഏതാണ്? നിങ്ങളുടെ ബന്ധു ഏതാണ്? നിങ്ങൾ ഈ നടക്കുന്ന മുഴുവൻ കുട്ടികളുടെ അടുക്കലും ഇങ്ങനെ ഓടി നടന്ന് മന്ത്രി ചൂതാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? ഇവിടെ സന്ദർശകരെ കയറ്റാത്ത സ്ഥലമാണ്. ആരാണ് നിങ്ങളുടെ ബന്ധു? ആരാണ് നിങ്ങളുടെ കുട്ടി? എന്നൊക്കെ ശകാര രൂപത്തിൽ ഞാൻ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആ വന്ന മഹാനായ മനസ്സിന്റെ ഉടമയായ മുസ്ലിമായ മുല്ലയായ ആ മൗലാന അവറുകൾ എന്നോട് പറഞ്ഞു, സഹോദരി, നീ ചൊടിക്കരുത്. എന്റെ കുട്ടി, നിന്റെ കുട്ടി എന്നൊരു വിഭജനം ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. ഈ കിടക്കുന്ന കുട്ടികളൊക്കെ എന്റെ സ്വന്തം രക്തബന്ധുക്കളാണ്. ഈ കിടക്കുന്ന കുട്ടികളൊക്കെ എന്റെ സ്വന്തം കുട്ടികൾക്ക് സമമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച രക്ഷിതാവ് ഞങ്ങളുടേത് നിങ്ങളുടേതെന്ന് വിഭജിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. രക്ഷിതാവിന്റെ അടിമകളാണ് നമ്മളൊക്കെ. ഒരേ പിതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, ഒരേ മാതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ. നമ്മളുടെ പിതാവ് ഒന്നാണ്, നമ്മളുടെ മാതാവ് ഒന്നാണ്. ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അവതാരമുണ്ട്. ബ്രഹ്മി എന്നാണ് നിങ്ങൾ അവരെ വിളിക്കുന്നത്. ഞങ്ങൾ ഇബ്രാഹിം എന്ന് വിളിക്കുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. ഹിന്ദു സഹോദരങ്ങൾ ബ്രഹ്മി എന്ന് വിളിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവതാരമായ ഞങ്ങളുടെ പ്രവാചക ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം, അഥവാ ഹൈന്ദവ സഹോദരങ്ങൾ അവതാരമായി ആരാധിച്ചു പോരുന്ന ബ്രഹ്മി എന്ന മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ വാചകം, അതാണ് നമ്മൾക്ക് കൈത്താങ്ങ്. ഞാൻ രോഗിയായാൽ എന്റെ രക്ഷിതാവ് എനിക്ക് ശിഫ തരുന്നു. എന്റെ രക്ഷിതാവ് എനിക്ക് ശിഫ തരുന്നു. എന്റെ രക്ഷിതാവ് ഏകനാണ്. എന്റെ രക്ഷിതാവ് എല്ലാവരുടെയും രക്ഷിതാവാണ്. എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഹിന്ദു എന്ന വ്യത്യാസമില്ല, മുസ്ലിം എന്ന വ്യത്യാസമില്ല, ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ല, ജൂതൻ എന്ന വ്യത്യാസമില്ല, ജൈനൻ എന്ന വ്യത്യാസമില്ല. ഞാൻ എന്റെ ഭാഷയിൽ പറയട്ടെ പ്രിയമുള്ളവരെ, ആലങ്കോട്ടുകാരായ എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദനയ്ക്ക് ജാതിയില്ല, നൊമ്പരങ്ങൾക്ക് ജാതിയില്ല, വേദനയ്ക്ക് മതമില്ല, കരച്ചിലിനും കണ്ണീരിനും മതമില്ല. കരച്ചിലിന് മതമില്ലാത്തതുപോലെ, കണ്ണീരിന് മതമില്ലാത്തതുപോലെ, വേദനയ്ക്ക് മതമില്ലാത്തതുപോലെ എന്റെ പ്രിയമുള്ളവരെ, നോവുന്ന മനസ്സുകൾക്ക് പ്രത്യേക മതമൊന്നുമില്ല. മനുഷ്യർ അവരുടെ വേദനകളെ നമ്മളുടെ വേദനയായി കാണണമെന്ന് നമ്മളുടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു അല്പം ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വരികയായിരുന്നു. കണ്ണൂരിലെ ടൗണിൽ അല്പം വൈകി ട്രെയിനിൽ വന്നിറങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂര് കലുഷിതമായ അന്തരീക്ഷമാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് പരസ്പരമുള്ള സ്പർദ്ധ മുറ്റി നിൽക്കുന്ന സമയമാണ്. എന്നെ ആളുകൾക്കൊക്കെ അറിയാം. ഇത്രയും വലിയ തൊപ്പിയും താടിയും ജുബയും ഒക്കെ ഇട്ടുകൊണ്ട് പാതിരാത്രിയിൽ കണ്ണൂർ ടൗണിൽ ഒറ്റയ്ക്ക് വന്നിറങ്ങി. ഞാൻ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഡ്രൈവറെ കിട്ടുന്നില്ല. എന്റെ കാറ് കൊണ്ടുവരാൻ ആരുമില്ല. ഈ പാതിരാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ വിളിക്കണം. എങ്ങനെ ഓട്ടോറിക്ഷ വിളിക്കും?
കണ്ണൂരിന്റെ ടൗണിൽ ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ വിളിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസ സാഹസികമാണ്. എന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ മനസ്സുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യ സഹജമായി നമ്മൾ ചിന്തിക്കാറുള്ളത് ഏതെങ്കിലും പരിചയമുള്ള ഒരു മുസ്ലിമിനെ കിട്ടിയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു, സമാധാനമായിട്ട് പോകാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്ന് ഇങ്ങനെ അസ്വസ്ഥനായി കാത്തു നിൽക്കുമ്പോൾ ഒരു കാവി ഉടുത്ത ഒരു സഹോദരൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് വന്നു. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത്? ഇയാളുടെ ഓട്ടോയിൽ കയറണോ, കയറിയാൽ ശരിയാവുമോ, എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ എന്നൊക്കെ മനസ്സിലൊരു അങ്കലാപ്പും ആശങ്കയും ഉണ്ടായി. എന്തായിരുന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അയാളോട്, പോകാൻ പറ്റും? ആ പോകാം, ഇത്രയും ദൂരം പോകാം. ഞാൻ കയറിയിരുന്നു. മനസ്സിൽ എന്തെന്നില്ലാത്ത ആശങ്കകളുണ്ട്. കുറെ ദൂരം ഇദ്ദേഹം പോയി. പോകുന്ന സമയത്ത് ഓട്ടുന്നതിനിടയിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, ഒരു പ്രസംഗത്തിന്റെ വാചകത്തിൽ പറയല്ല. കണ്ണൂരിന്റെ കലുഷിതമായ സാഹചര്യത്തിൽ ഈ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ആൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് എന്തായാലും ഒരു ഭീതി വരൂലേ? മാനസികമായി സ്വാഭാവികമായും. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഇയാൾ പെട്ടെന്ന് റോഡിന്റെ സൈഡ് അയാൾ ഓട്ടുന്നതിന്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ? ആ ചോദിക്കൂ, എന്താ ചോദിക്കാനുള്ളത്? നിങ്ങളുടെ മതത്തിന്റെ വലിയ ആളാ? നിങ്ങളുടെ മതത്തിന്റെ വലിയ ആളാണോ? ഞാൻ പറയാം, അത്ര വലിയ ആളൊന്നും അല്ല. എന്താ നീ ചോദിക്കാൻ കാര്യം പറയും? അല്ല, നാട്ടുകാരൊക്കെ നിങ്ങളെ കുറിച്ച് വല്ലാതെ പറയല് കേൾക്കുന്നുണ്ട്, ഞങ്ങളെവിടെയെല്ലാം നിങ്ങളെ ഫോട്ടോ കാണാറുണ്ട്, നിങ്ങളുടെ മതത്തിന്റെ വലിയ ആളാണോ? അപ്പൊ ഞാൻ പറയാം, അത്ര വലിയ ആളൊന്നും അല്ല. എന്നാലും നിനക്ക് എന്താ വേണ്ടത്? നീ ചോദിക്ക്, പറയാലോ. അല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാണ്. ഞാൻ ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളൂ, ചോദിക്കാലോ, എന്താ കുഴപ്പം? പ്രിയമുള്ളവർ, അയാള് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് മാറ്റി ഓട്ടോറിക്ഷ നിർത്തി. സ്വാഭാവികമായും രാത്രിയിൽ ഇരുട്ടുള്ളിടത്ത് ഒരു വിജനമായ സ്ഥലത്ത് ഒരു സഹോദരന് പരിചയമില്ലാത്ത സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്തെന്നില്ലാത്ത ആശങ്ക ഉണ്ടാവും. ഇയാള് തിരിഞ്ഞു നിന്നു എന്നോട് ചോദിച്ചു, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചില വിഷമങ്ങൾ പറയാനുണ്ട്, ചില ആവലാതികൾ പറയാനുണ്ട്. അയാളുടെ ജീവിതത്തിന്റെ കുറെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ പ്രയാസങ്ങൾ പറയാൻ തൽക്കാലം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയുന്നത് നല്ലതുമല്ല. ഒരു സഹോദരന്റെ സ്വകാര്യമായ ദുഃഖങ്ങൾ, ഒരു സഹോദരന്റെ സ്വകാര്യമായ വേദനകൾ, നൊമ്പരങ്ങൾ ഒരു പക്ഷേ അത് ആരുടെ മുമ്പിൽ ഇറക്കി വെക്കണമെന്നറിയാതെ പാതിരാത്രിയിൽ പോലും കറങ്ങി നടക്കുമ്പോൾ ഈ കാണുന്ന മതത്തിന്റെ അനുയായിയായി പ്രത്യക്ഷപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞു തീർത്ത് തൽക്കാലം ആ ഒരു കഥനഭാരം ഇറക്കി വെക്കാമെന്ന് ആശ്വസിച്ചപ്പോൾ ആ ദുഃഖത്തെ നിങ്ങളുമായി പങ്കുവെച്ചൊരു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ കൈയിട്ട് വരാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ദുഃഖം ഞാൻ പറയില്ല, ആ വിഷമങ്ങൾ ഞാൻ പറയില്ല. എന്നാലും ആ മനുഷ്യൻ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയതിനു ശേഷം ഇറങ്ങി നിന്നിട്ട് അയാൾ ചോദിച്ചു, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി അങ്ങേക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന്? എനിക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പറ്റൂല? അല്ല, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാമോ? എന്തുകൊണ്ട് പറ്റൂല? എന്തുകൊണ്ട് പറ്റൂല? എപ്പോഴാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഞാൻ പറഞ്ഞു, ഞങ്ങൾ സാധാരണഗതിയിൽ 5 നേരം നിസ്കരിക്കാറുണ്ട്. ഈ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാറുണ്ട്. അതല്ലാതെ പാതിരാത്രിയിൽ ആരും അറിയാത്ത സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് എന്ന് പറയുന്ന ഒരു നിസ്കാരം നിസ്കരിക്കാറുണ്ട്. ആ സമയത്തും പ്രാർത്ഥിക്കാം. ഇതിൽ ഏത് നേരത്താണ് നിനക്ക് വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങളുടെ മതത്തിൽ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ കൈ കവർന്നു പിടിച്ചു. അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ആ ചെറുപ്പക്കാരനെ തലയിൽ തലോടി, അയാളുടെ പുറത്ത് നന്നായി തലോടി. അയാൾ പൊട്ടിക്കരഞ്ഞു. അയാൾ കുറെ ദുഃഖങ്ങൾ പറഞ്ഞു, എന്നോട് കുറെ വിഷമങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൽ ഈ പറയുന്നത് പോലെ ഹിന്ദുവായ നിന്റെ ദുഃഖത്തിനൊരു വേറെ വ്യത്യാസം, ക്രിസ്ത്യാനിയായ മറ്റൊരാളുടെ നൊമ്പരത്തിനൊരു വേറെ വ്യത്യാസമില്ല. ഞങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിൽ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയുമോ? പാതിരാത്രിയിൽ അവിടുന്ന് എഴുന്നേറ്റിരിക്കുമായിരുന്നു. പാതിരാത്രിയിൽ അവിടുന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ പലപ്പോഴും അവിടുന്ന്